ഒരു ബ്ലൂടൂത്ത് ട്രൂ വയർലെസ് ഇയർഫോൺസിനെ ഒരു ലേഡീസ് ഷൂസ് ആക്കി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരേ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമേ ഉള്ളൂ, ഡെലിവറി. ഈ വീഡിയോ ഡെലിവറിക്കാർക്കും കൊറിയർ അയക്കുന്ന എല്ലാവർക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനിക്കുണ്ടായ വളരെ മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വളരെ തലവേദന പിടിച്ച ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് വേറെ ആർക്കും പറ്റാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു മാസത്തിന് മുന്നേ 3999 രൂപ വില മതിക്കുന്ന ഒരു ബ്ലൂടൂത്ത് ട്രൂ വയർലെസ് ഇയർഫോൺസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് എനിക്ക് അയക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി. സോ കൊറിയർ അയക്കാൻ വേണ്ടി ഞാൻ ട്രൂ വയർലെസ് ഇയർഫോൺസ് എടുത്തു, ഒരു ബോക്സ് എടുത്തു, അതിനകത്ത് വെച്ചു, പ്രോപ്പറായിട്ട് സീൽ ചെയ്തു. അതിൻ്റെ മുകളിൽ എൻ്റെ അഡ്രസ്സും അതേപോലെ തന്നെ ആർക്കാണോ അയക്കേണ്ട ആളുടെ അഡ്രസ്സും വ്യക്തമായിട്ട് എഴുതി ഒട്ടിച്ചു. ഇനി ഇത് ഏത് കൊറിയർ സർവീസ് വഴി അയക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓക്കെ, ഡെലിവറി എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് തന്നെ നമ്മൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് പ്രൊഡക്റ്റ് പിക്ക് ചെയ്തുകൊണ്ട് പോയി നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെലിവറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, അതിനകത്ത് സൈനപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ അഡ്രസ്സ്, പിക്കപ്പ് ചെയ്യേണ്ട അഡ്രസ്സും അതേപോലെ ഡ്രോപ്പ് അഡ്രസ്സും എന്താണ് സാധനമെന്നും, അതായത് അതിനകത്ത് ഇയർഫോൺസ് ആണ്, സോ ഇയർഫോൺസ് എന്നുള്ള കാര്യവും സെലക്ട് ചെയ്ത് ഒരു പിക്കപ്പ് ബുക്ക് ചെയ്തു. പിക്കപ്പ് ബുക്ക് ചെയ്തപ്പോൾ ഡെലിവറി ആപ്ലിക്കേഷൻ എഴുതി കാണിച്ചു, ഇതാണ് നിങ്ങളുടെ AWB നമ്പർ അഥവാ എയർവേ ബിൽ നമ്പർ, ഇത് നിങ്ങളുടെ പെട്ടിക്ക് പുറത്ത് വ്യക്തമായിട്ട് എഴുതണമെന്ന്. അതേപോലെ വ്യക്തമായിട്ട് ഞാൻ പെട്ടിക്ക് പുറത്ത് AWB നമ്പറും എഴുതി ആള് വരാൻ വേണ്ടി കാത്തിരുന്നു. ആൻഡ് 2 ദിവസത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ആള് വന്നു, ആ ഒരു പാർസൽ എടുത്തുകൊണ്ട് പോയി. അതിന് പകരം എൻ്റെ കയ്യിൽ ഒരു പിക്കപ്പ് റെസിപ്റ്റ് തരികയുണ്ടായി. സോ ഈ ഒരു റെസിപ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം ഒരു 5-6 ദിവസത്തിന് ശേഷം ജൂലൈ 15-ാം തീയതി ഞാൻ അയച്ച ആ ഒരു അഡ്രസ്സിലേക്ക് ഡെലിവറിയുടെ പാർസൽ വന്നു. ആൻഡ് ആ ഒരു പാർസൽ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടത് ഒരു ലേഡീസ് ഷൂസ് ആണ്. ഒബ്വിയസ്ലി നമ്മൾക്ക് എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. എങ്ങനെ ഞാൻ അയച്ച ട്രൂ വയർലെസ് ഇയർഫോൺസ് ഒരു ഷൂസായി മാറി? എൻ്റെ ട്രൂ വയർലെസ് ഇയർഫോൺസ് എവിടെയാണ്? ആരുടെയാണ് ഈ ഒരു ഷൂസ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നേരെ ഡെലിവറി ആപ്ലിക്കേഷനകത്തേക്ക് പോയി അവിടെ ഹെൽപ്പ് സെക്ഷനിൽ പോയിട്ട് ഒരു ക്വയറി റേസ് ചെയ്തു. എൻ്റെ പ്രൊഡക്റ്റ് എവിടെ പോയി? എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയില്ല, ഇതൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈ, വി വിൽ ലുക്ക് ഇൻ ടു ദിസ് ഇഷ്യൂ ആൻഡ് വി വിൽ കോൺടാക്ട് യു ബാക്ക് എന്ന് പറഞ്ഞ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈ വന്നു. അതിനുശേഷം അവിടെ നിന്നും റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. സോ ഈ ഒരു ഷൂസ് കിട്ടിയ ആളിനോട് ആ ഒരു ഷൂസ് കൊണ്ടുതന്ന ഡെലിവറി ബോയിനെ വിളിച്ച് അവിടുത്തെ ഹബ്ബിൽ വിളിച്ച് ചോദിച്ച് പാക്കേജ് തന്നത് മാറിപ്പോയതാണോ, വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ട ഷൂസ് ഇവിടെ ഏൽപ്പിച്ചിട്ട് എൻ്റെ ഇയർഫോൺസ് അവിടെ ഹബ്ബിൽ തന്നെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആ ഒരു സാധനം ഹബ്ബിലില്ല. ആ ഹബ്ബിൽ നോക്കിയപ്പോൾ ഈ ഷൂസിൻ്റെ പുറത്ത് തന്നെയാണ് എൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സും ഉള്ളത്. എൻ്റെ അഡ്രസ്സും ഉണ്ട്, ആ വീട്ടിൽ കൊണ്ടുകൊടുത്ത അഡ്രസ്സും ഉണ്ട്. സോ അഡ്രസ്സുകളെല്ലാം കൃത്യം തന്നെയാണ്. ഈ പാക്കേജ് തന്നെയാണല്ലോ ബാംഗ്ലൂരിൽ നിന്നും അയച്ചത് എന്ന് അവിടുത്തെ ഹബ്ബുകാർ പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3999 രൂപയുടെ ട്രൂ വയർലെസ് ഇയർഫോൺസ് കൊണ്ടുപോയിട്ട് അതിനെ ഷൂസാക്കി മാറ്റി ആ ഷൂസിനെ കേരളത്തിൽ എത്തിച്ചിട്ട് ഇത് തന്നെയാണല്ലോ ബാംഗ്ലൂരിൽ നിന്നും അയച്ചത് എന്ന് ഡെലിവറിയിലുള്ള ആ ഒരു ഹബ്ബിലെ ആൾ പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭ്രാന്തി കയറി. സോ എൻ്റെ വീട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്ത ആളുടെ നമ്പർ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ആ ഒരു വ്യക്തിയെ വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. ആ ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല. ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും സാധനം എടുത്തു, ആ ഒരു സാധനം ഹബ്ബിൽ കൊണ്ടുപോയി എത്തിച്ചു. ഹബ്ബിൽ സംഭവിച്ചത് ബാംഗ്ലൂരിലുള്ള ഹബ്ബിൽ സംഭവിച്ച എന്തോ ഒരു പ്രശ്നമായിരിക്കാം, അതുകൊണ്ട് ബാംഗ്ലൂർ ഹബ്ബിൻ്റെ നമ്പർ തരാം, അവിടെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കൂ എന്ന്. അങ്ങനെ ബാംഗ്ലൂർ ഹബ്ബിൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി, അവരെ വിളിച്ചപ്പോൾ അദ്ദേഹം AWB നമ്പർ ചോദിച്ചു. നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു, ഈ ഒരു സാധനം ഓൾറെഡി ഡെലിവർ ആയിട്ടുണ്ട് സാർ, ഈ സാധനം എവിടെയും പോയിട്ടില്ല, കൃത്യമായിട്ട് അവരുടെ ഡെലിവറി അഡ്രസ്സിൽ തന്നെ ഡെലിവർ ആയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഡെലിവറിയൊക്കെ ആയി, പക്ഷേ എൻ്റെ സാധനമല്ല ഡെലിവർ ആയത് എന്ന് മാത്രം, എൻ്റെ ഐറ്റം എവിടെയാണ്? അയ്യോ സാറേ, ഞാൻ ഇതൊന്നും നോക്കിയിട്ട് നിങ്ങളുമായിട്ട് തിരിച്ച് കോൺടാക്ട് ചെയ്യാം, എനിക്ക് ഒരു ദിവസത്തിന് 2 ദിവസം സമയം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തി പോയി. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, യാതൊരു റിപ്ലൈ ഇല്ല. ഡെലിവറിക്കാർക്ക് ഞാൻ മെയിൽ അയച്ചു, അതിനും റിപ്ലൈ ഇല്ല. ആപ്ലിക്കേഷനകത്തേക്ക് പോയപ്പോൾ വി ഹാവ് എസ്കലേറ്റഡ് യുവർ ഇഷ്യൂ, സംബഡി വിൽ കോൺടാക്ട് യു ഷോർട്ട്ലി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അല്ലാതെ ആരും തന്നെ എന്നെ കോൺടാക്ട് ചെയ്തില്ല. വിലപിടിപ്പുള്ള സാധനം നമ്മുടെയാണല്ലോ. സോ ഡെലിവറിക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ലെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇത് എവിടെയാണ് പോയിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ വീട്ടിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ഷൂസ് ഒരു ആജിയോ പാർസലായിരുന്നു. ആ ഒരു പാർസലിൻ്റെ മുകളിൽ ഒരു അഡ്രസ്സ് ഞാൻ കണ്ടായിരുന്നു. ആ ഒരു അഡ്രസ്സിൻ്റെ അടിയിൽ ഒരു ഫോൺ നമ്പറും ഉണ്ടായിരുന്നു. അതൊരു ബാംഗ്ലൂർ അഡ്രസ്സായിരുന്നു. അപ്പോൾ ആ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ആ ഒരു ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഞാൻ ബാംഗ്ലൂരിൽ താമസിക്കുന്ന എൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വേറെ ഏതോ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നുമായിരുന്നു. ആൻഡ് ആ ഒരു വീട്ടിലെ ആ ഒരു വ്യക്തി ആ ഷൂസ് ആജിയോയ്ക്ക് റിട്ടേൺ ആണ് അയച്ചേക്കുന്നത്. ആൻഡ് ഈ റിട്ടേൺ പോകുന്ന സാധനത്തിൻ്റെ ആജിയോയുടെ ഓഫീസ് അഡ്രസ്സ് എവിടെയാണ്? അങ്ങ് മുംബൈയിൽ. സോ മുംബൈയിൽ എത്തേണ്ട ഷൂസ് എത്തിയിരിക്കുന്നത് ഞാൻ അയച്ച കേരളത്തിലേക്കും. ആൻഡ് ഞാൻ കേരളത്തിലേക്ക് അയച്ച പാർസൽ ഇപ്പോൾ മുംബൈയിലാണോ അല്ലയോ എന്ന് യാതൊരു പിടിയുമില്ല. സോ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡെലിവറി ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല.
പറ്റിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഡെലിവറിയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ കഷ്ടപ്പെട്ട് ലിങ്ക്ഡിനിലൂടെയും അവിടെ ഇവിടെ കൂടെയൊക്കെ കണ്ടുപിടിച്ച് അവരെ എല്ലാവരും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച് എൻ്റെ ദാരുണമായ പ്രശ്നം അവരെ അറിയിച്ച് അങ്ങനെ ഡെലിവറിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ നമ്പറുകൾ എനിക്ക് കിട്ടുകയുണ്ടായി. ആൻഡ് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് തന്നെ കേട്ടു തുടങ്ങി എന്താണ് സംഭവിച്ചത്, എപ്പോഴാണ് പറ്റിയത്, എങ്ങനെയാണ്, ഞങ്ങൾ നോക്കിയിട്ട് തിരിച്ച് വിളിക്കാമെന്നല്ലാതെ ഈ കോൺടാക്ട് ചെയ്ത നമ്പറിലുള്ള ആരും തന്നെ യാതൊരു ആക്ഷനും എടുക്കുന്നതായിട്ട് കണ്ടില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഡെലിവറിയിൽ നിന്നുമാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേരളത്തിലുള്ള വീട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ഷൂസ് ഞങ്ങൾ പിക്കപ്പ് ചെയ്യുകയാണ്, ഞങ്ങൾ പിക്കപ്പ് ചെയ്തിട്ട് അത് പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ അയക്കാം, എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് എവിടെയാണോ അത് കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് അയക്കാം എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്നും ആ ഒരു ഷൂസ് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു, കേരളത്തിൽ അയച്ച ആ ഒരു വീട്ടിൽ നിന്നും ഷൂസ് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നല്ലാണ്ട് എൻ്റെ പാർസൽ കാണാനേ ഇല്ല. അങ്ങനെ അവസാനം പൊറുതി മുട്ടി ഞാൻ ബാംഗ്ലൂർ ഹബ്ബിൽ വിളിച്ച് അവിടെ നിന്നുമുള്ള മാനേജറിൻ്റെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ആ ഒരു മാനേജറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ 24 അല്ലെങ്കിൽ 48 മണിക്കൂർ തരാം, അതിനുള്ളിൽ എൻ്റെ പാർസൽ എവിടെയാണ് എന്ന് കണ്ടെത്തി എനിക്ക് തരണം, കാരണം ഇപ്പോൾ ഏകദേശം 1 മാസം ആവാറായി ആൻഡ് വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ആൻഡ് ഇതൊരു ഗിഫ്റ്റും കൂടെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടിരിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് 24 മണിക്കൂർ സമയം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൾ പോയി. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഇങ്ങോട്ടേക്ക് വിളിയൊന്നും വന്നില്ല എന്നുള്ളതുകൊണ്ട് തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടിയത്. സോ എൻ്റെ വീട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയ ആ ഒരു ഇയർഫോൺസ് പോയിരിക്കുന്നത് മുംബൈയിൽ ആജിയോയുടെ ഓഫീസിൽ. മുംബൈയിൽ ആജിയോയുടെ ഓഫീസിൽ പോകേണ്ട പാർസൽ എത്തിയിരിക്കുന്നത് ഞാൻ അയച്ച കേരളത്തിലെ അഡ്രസ്സിൽ. ഇനി മുംബൈയിൽ ആജിയോ ഓഫീസിൽ പോയ ഒരു പാർസൽ അവർ ആജിയോയുടെ സെല്ലറിന് അയച്ചു കൊടുത്തു. ആ ഒരു ആജിയോയുടെ സെല്ലർ ഉള്ളതോ ഹൈദരാബാദിലാണ്. അങ്ങനെ എൻ്റെ പാർസൽ ആജിയോയുടെ ഓഫീസിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോയി. ഇനി ഹൈദരാബാദിൽ പോയപ്പോൾ അവർ നോക്കിയപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ഷൂസ് ആയിരുന്നു, എന്നാൽ കിട്ടിയിരിക്കുന്നത് വേറെന്തോ പ്രൊഡക്റ്റാണ്, സോ തെറ്റായ പ്രൊഡക്റ്റാണ് നിങ്ങൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു പാക്കറ്റിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായി എന്നുള്ളതുകൊണ്ട് ആ ഒരു അഡ്രസ്സിലേക്ക് അവർ അവിടെ നിന്ന് തിരിച്ചയച്ചു. അങ്ങനെ ആ ഒരു തിരിച്ചയച്ച പാർസൽ നേരെ വന്നെത്തിയത് ബാംഗ്ലൂരിലുള്ള ഹബ്ബിൽ. ആൻഡ് ബാംഗ്ലൂരിലുള്ള ഹബ്ബിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫൈനലി എൻ്റെ ആ ഒരു പാർസൽ ട്രേസ് ചെയ്യാനായിട്ട് പറ്റിയത്. ആൻഡ് അത് ട്രേസ് ചെയ്ത ശേഷം ബാംഗ്ലൂരിൽ നിന്നും വീണ്ടും ആ ഒരു പാർസൽ കേരളത്തിലേക്ക് അയച്ചു. അങ്ങനെ ഏകദേശം 1 മാസത്തിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് അയച്ച ആ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ആൻഡ് ആ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി. സോ രസകരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നും പാർസൽ കളക്ട് ചെയ്തുകൊണ്ട് പോയ ആ ഒരു ഒറ്റ വ്യക്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം. എൻ്റെ വീട്ടിൽ നിന്നും പാർസൽ കളക്ട് ചെയ്തുകൊണ്ട് പോയപ്പോൾ എനിക്കൊരു പിക്കപ്പ് റെസിപ്റ്റ് തന്നു. ഈ ഒരു പിക്കപ്പ് റെസിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സാധനമാണ്, അതൊരു സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ഊരി നമ്മുടെ പാർസലിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷമാണ് പിക്കപ്പ് റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ തരുന്നത്. എന്നാൽ ഈ വ്യക്തി എൻ്റെ വീട്ടിൽ നിന്നും പാർസൽ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ ഒരു പിക്കപ്പ് റെസിപ്റ്റ് കീറി എൻ്റെ കയ്യിൽ തന്നുവെങ്കിലും ആ ഒരു റെസിപ്റ്റ് എൻ്റെ പാർസലിൻ്റെ മുകളിൽ ഒട്ടിച്ചില്ല. എന്നാൽ പിന്നീട് പുള്ളി ഹബ്ബിൽ എത്തിയപ്പോഴാണ് ഈ ഒരു സാധനം ഒട്ടിച്ചിട്ടില്ലല്ലോ, ഇതെവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ ഒട്ടിക്കാത്ത കുറേയധികം പാർസലുകൾ കണ്ടു. അദ്ദേഹം ഒരു ഊഹം വെച്ച് എല്ലാത്തിലും അങ്ങ് ഒട്ടിച്ചു. ആ ഒട്ടിച്ച സമയത്താണ് ഇവിടെ നിന്നും പോയ മറ്റേ ഷൂസ് പാർസലിൻ്റെ മുകളിൽ എൻ്റെ സ്റ്റിക്കറും എൻ്റെ പാർസലിൻ്റെ മുകളിൽ ആ ഒരു ഷൂസിൻ്റെ സ്റ്റിക്കറും വന്നു. അങ്ങനെ 2 AWB അഥവാ എയർവേ ബില്ല് നമ്പറിൽ തിരിഞ്ഞതുകൊണ്ട് 2 സ്ഥലത്തേക്ക് സാധനം പോയി. സോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്? ഒന്നാമത്തേത്, ഡെലിവറി എന്ന് പറഞ്ഞ കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ മോശമാണ്. അവർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോൾ കാണാനായിട്ട് പറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ഇല്ല, ട്വിറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ഇല്ല, ആപ്ലിക്കേഷൻ ക്വറി റേസ് ചെയ്തിട്ടും അതിനും റെസ്പോൺസ് ഇല്ല. പിന്നെ ഞാൻ തന്നെ എൻ്റെ സ്വന്തം സമയവും കളഞ്ഞ് പല ആൾക്കാരുടെയും കോൺടാക്ട് നമ്പർ കണ്ടുപിടിച്ച് അതിന് ശേഷം ഉള്ളിൽ പോയിട്ടാണ് ഓരോ സാധനങ്ങളും ഞാൻ തനിയെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നത്. അത്രത്തോളം അൺഓർഗനൈസ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ് ഡെലിവറിയുടെ ഭാഗത്തു നിന്നുള്ളത്. സോ ഡെലിവറിക്കാർ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ വരുത്താനുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ട്രൂ വയർലെസ് ഇയർഫോൺസ് അയക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾക്കൊരു ഷൂസ് കിട്ടിയെങ്കിൽ അതിൽ യാതൊരു ആശ്ചര്യവും ഇല്ല. ഇനി രണ്ടാമത്തെ, വീട്ടിൽ നിന്നും പിക്കപ്പ് ചെയ്യാനായിട്ട് വരുന്ന ഡെലിവറി ബോയ്സ് ഡെഫിനറ്റ്ലി ആ ഒരു സ്റ്റിക്കർ ആ ഒരു വീട്ടിൽ ആ ഒരു കസ്റ്റമറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒട്ടിക്കുക. അല്ലാണ്ട് പിന്നീടൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മാറിപ്പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പ്രേക്ഷകർ ആരെങ്കിലും അയക്കുമ്പോൾ ഇത്തരത്തിൽ പിക്കപ്പാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു സ്ലിപ്പ് ഒട്ടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പാർസലിൻ്റെ പുറത്ത് വ്യക്തമായിട്ട് AWB നമ്പറും നിങ്ങളുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതി വെക്കുക. കാരണം എങ്ങാനും തെറ്റിയാണ് പോകുന്നതെങ്കിൽ ആ കിട്ടുന്ന ആൾക്കെങ്കിലും നല്ല മനസ്സ് തോന്നി നിങ്ങൾക്ക് തന്നെ തിരിച്ചയച്ചു തരാനായിട്ടുള്ളൊരു പ്രവണതയും കൂടും. ഇനി ഇതിനിടയ്ക്ക് ഈ ഒരു ഡെലിവറിയിലൂടെ ഒരു വ്യക്തി പറഞ്ഞത്, എങ്ങാനും നിങ്ങളുടെ പാർസൽ ട്രേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല എങ്കിൽ
ആ ഒരു പാർസലിന് പകരമായിട്ട് ഞങ്ങൾ എത്രയാണോ അതിൻ്റെ വാല്യൂ, ആ ഒരു കോമ്പൻസേഷൻ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. ഇപ്പം എന്നോട് പറഞ്ഞത് 500 രൂപ എങ്ങാണ്ടോ ആണ്. കാരണം ഞാൻ പിക്കപ്പിൻ്റെ സമയത്ത് ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ വാല്യൂ ഇങ്ങനെ കൊടുത്തപ്പോൾ ജസ്റ്റ് 500 എന്ന് ടൈപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് 500 റുപ്പീസ് മാത്രമേ തരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പാർസൽ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എങ്കിൽ സോ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് അയക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മൂല്യം എത്രയാണോ അത് കൃത്യമായിട്ട് പിക്കപ്പ് ആ ഒരു കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ്. കാരണം എങ്ങാനും എനിക്കറിയാം വിലമതിക്കാത്ത സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ അയക്കുന്നത്, ഗിഫ്റ്റുകളൊക്കെയാണ്, എന്നും പ്രൈസ് ഇടാൻ പറ്റില്ലെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എങ്കിലും ആ ഒരു സാധനം കളഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കിട്ടാനായിട്ട് വേണമെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നം നടന്ന ആ ഒരു ദിവസം തന്നെ യൂട്യൂബിൽ ഡെലിവറിനെ ടാഗ് ചെയ്ത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചടപടയെന്ന് എനിക്ക് റെസ്പോൺസ് കിട്ടുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മീഡിയം ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഡെലിവറിക്കാർ അല്ലെങ്കിൽ ഒരു കൊറിയറിൻ്റെ ഒരു റെസ്പോൺസ്, എത്ര സമയമാണ് പ്രോപ്പർലി എടുക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയണം എന്നുണ്ടായി. എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രശ്നമെല്ലാം സോൾവ് ആക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു അപ്ഡേറ്റ് വീഡിയോ ഇടുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്കും ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാം, അവിടെയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ സ്റ്റോറി ആയിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ടാഗ് ചെയ്യാം. സോ ഡെലിവറിക്കാർ ഒരു വീഡിയോ കാണുവാണെങ്കിൽ പ്ലീസ് മേക്ക് ആൻ ഇംപ്രൂവ്മെൻറ്റ്. ഇത്രയും വലിയൊരു ചെയിനാണ് നിങ്ങളുടെ, ഇത്രയും ഹാസിൽ ഒരു കസ്റ്റമറിന് കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ പേര് തന്നെയാണ്, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഡെലിവറിയിൽ അയക്കുമ്പോൾ ഒന്നും ചിന്തിക്കില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സോ പ്ലീസ് മേക്ക് യുവർ കസ്റ്റമർ സപ്പോർട്ട് പ്രോപ്പർ. പ്ലീസ് മേക്ക് ഷുവർ യുവർ ഡെലിവറി ഏജൻറ്റ്സ് ആർ എ ലിറ്റിൽ ബിറ്റ് മോർ കെയർഫുൾ.